അമ്മ എന്തേ കോളേജിൽ നിന്ന് സാറ് വിളിച്ചിന്ന് നാളെ ഫീസ് ഇല്ലാതെ ക്ലാസ് കയറണ്ടെന്ന് പറഞ്ഞത്. ഞാൻ എന്താ എന്നോട് പറയാ? അത് സാരില്ലമ്മ, ഞാൻ നാളെ മുതൽ ക്ലാസ്സിന് പോണില്ല. എന്താ? എന്തായാലും സാറ് ഫീസ് ഇല്ലാതെ ക്ലാസ് കയറ്റൂല. പിന്നെ എന്തിനാ വെറുതെ കുട്ടികളുടെ ഇടയിൽ വെറുതെ വഷളാവാൻ വേണ്ടി പോണു. ഞാൻ നാളെ മുതൽ ക്ലാസ്സിന് പോണില്ല ഇനി. എന്താ പഠിച്ചോനെ ഞാൻ കാട്ട. സാധനൊക്കെ കഴിഞ്ഞിക്കണല്ലോ. ഇനിയിപ്പ എന്താ കാട്ട? സാബിറ, സാബിറ ഏടി? എന്തമ്മ? ഇജ്ജ് പോയിട്ടേ ആ മയമാക്കാന്റെ പീടിയെ പോയിട്ട് കുറച്ച് പഞ്ചസാരയും ഓയിലും ഉപ്പൊക്കെ പോയി വാങ്ങിക്കൊടുന്ന ഒക്കെ കഴിഞ്ഞിക്കണ്. പൈസ ഉണ്ടാ? പൈസ ഞാൻ 2 ദിവസം കഴിഞ്ഞാണ്ട് ഉമ്മ എത്തിച്ചു തരുന്ന് പറഞ്ഞാളാ. ഞാൻ പോയിട്ട് വരാം. ഞാൻ ഇതിവിടെ പുറത്താണ്, ഇങ്ങോട്ട് വായോ. സാധനങ്ങളെവിടെ? പൈസ ഇല്ലാതെ സാധനങ്ങൾ തരൂല പറഞ്ഞു മയമാക്ക. ബാക്കി പൈസ കൊടുന്നിട്ട് സാധനം തരാന്ന് പറഞ്ഞു. ഇജാണ്ട് അകത്തേക്ക് പോയിക്കോ, ഞാണ്ട് വരാം. പാത്തുവാ, പാത്തുവാ, ഇവിടെ ആരും ഇല്ലേ? പാത്തുവാ, കേറി വരി, ഇരിക്കി. ഞാൻ ഇരിക്കാൻ വേണ്ടി വന്നോന്നല്ല, 5 മാസത്തെ വാടക ഉണ്ട് തരാന്. അതിന് എന്നാ നിങ്ങള് തരിക? തരാ. എന്ന് തരാന്നാ ഈ പറയണേ? ഈ മാസം അവസാനം ആവുമ്പോത്തിന് 6 മാസത്തെ വാടക ആവും. നിങ്ങൾക്ക് തരാൻ പറ്റൂലെന്നുണ്ടെങ്കിൽ ഈ മാസം തന്നെ നിങ്ങൾ ഒഴിഞ്ഞോളി ഇവിടുന്ന്. ഞാൻ എങ്ങനെയെങ്കിലും തരാം. എടി പാത്തോ, എനിക്ക് നിങ്ങള് ഇവിടുന്ന് ഒഴിച്ചിട്ട് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. എന്റെ മാപ്പിള എന്നോട് പറഞ്ഞത് വേഗം ആ വാടക വാങ്ങിക്കൊണ്ടേന്നാ. എന്റെ ഒരു ഇതുകൊണ്ട് കാക്ക തന്നത്. ഇപ്പൊ കാക്ക എന്നെപ്പ ചീത്ത അറിയാണ്. എന്തിനാ അങ്ങനത്തെ ആൾക്കാർക്ക് പെര കൊടുത്തു എന്ന് ചോദിച്ചങ്ങാണ്ട്. ഞാൻ എന്താ പറയാന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ എന്നോട് ഇങ്ങനൊക്കെ വന്ന് പറഞ്ഞത്. ഈ മാസം എങ്ങനെയെങ്കിലും തരാൻ നോക്കാം. ഇതെന്തായാലും വാടക വേഗം തായോ, എന്നാലേ ഇപ്പൊ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. ആയിക്കോട്ടെ താത്ത. എന്നാ ഞാനേ ഈ മാസം ലാസ്റ്റ് വരെ വാടക വാങ്ങാന്. ഇരിക്കണില്ലേ? ഇല്ലടി, ഞാൻ പോട്ടെ. എന്താ കാട്ടിന്റെ കുട്ടി പട്ടിണിയാവോ റബ്ബേ, ആലോചിച്ചിട്ടൊരു എത്തും പോലും ഇല്ല. ഉമ്മ, നമ്മളെന്താ കാട്ടുക? അറിയില്ല മോളെ, എന്തെങ്കിലൊക്കെ ഒരു വഴി ഉണ്ടാവും. നമ്മളമ്മോനോടൊന്ന് ചോദിച്ചു നോക്കിക്കൂടെ? അത് വേണ്ടടി, നമ്മൾ ഇതുവരെ ഓലോടൊന്നും ചോദിച്ചു ചെന്നിട്ടുമില്ല. അതേപോലെ ഇപ്പൊ മരിച്ചതിന്റെ ശേഷം പിന്നെ ഒന്നും ഇങ്ങോട്ട് വന്നു നോക്കിട്ട് പോലും ഇല്ലല്ലോ ഓല്. അത് ശരിയാവൂല മോളെ. നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി, ചെലപ്പം കിട്ടിയാലോ? ആണോ? ഒന്ന് ചോദിച്ചു നോക്കി നിങ്ങള്. വിളിച്ചു നോക്കാം. അടിക്കണുണ്ട്.
ഹലോ ആരാണ്? കാക്ക, ഞാനാണ് പാത്തു. ആ, എന്താ ഇങ്ങനെ ഒരു ആങ്ങളുണ്ട് എന്നുള്ളത് എനിക്ക് ഓർമ്മ ഉണ്ടോ? ഞാൻ വിളിച്ചതേ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടേന്ന്. എനിക്ക് കുറച്ച് പൈസ വേണ്ടേന്ന്. എന്തിനാ എനിക്ക് പൈസ? അല്ലെങ്കിലും പൈസക്ക് എനിക്ക് നല്ല ആവശ്യമാണല്ലോ. കാക്ക, ഇവിടെ ഒരു സാധനവും ഇല്ല. വാടക കൊടുക്കാനിട്ട് ഓല് ഇവിടുന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞിക്കണു. പറഞ്ഞിക്കണെങ്കിലേ കൊടുത്താളാ. എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് കുറച്ച് പൈസ തരുമോ? ഞാൻ എങ്ങനെയും തരണ്ട്. ഇജ്ജ് എവിടുന്ന് എടുത്തു തരാനാണ്? എന്റെ കയ്യില് പൈസ ഒന്നുമില്ല. ഞാൻ അങ്ങനെ പറയില്ലേ. ഞാൻ എവിടുന്നേലും ഞാൻ തിരിച്ചു തരണ്ട്. ഇല്ലെങ്കിൽ ഞാനും എന്റെ മോളും ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഒരു മാർഗവും ഇല്ലായിട്ട് ഞാൻ നിങ്ങളോട് പറയണത്. ഒരു മാർഗവും ഇല്ലെങ്കിലേ വല്ല സ്ഥലത്തും പോയിട്ട് പിച്ചെടുക്കുക, അല്ലെങ്കിലേ തൂങ്ങി ചാവുക ചെയ്യടി പോയിട്ട്. എന്റെ അടുത്ത് പൈസ കാക്ക, ഒന്നും ഇല്ല. അവളിങ്ങനെ വന്നിക്കണ് ചോദിക്കാൻ വേണ്ടിയിട്ട്. കേട്ടില്ല മാമൻ പറഞ്ഞത്? അമ്മോട് പോയി ചാവാൻ. ഉമ്മ കരയില്ലമ്മ. ഉമ്മ, ഞാൻ എന്തെങ്ങനെ ആലോചിച്ചിരിക്കണ്? ഒന്നുമില്ലടി. ഉമ്മ ഇവിടെ വെറുതെ വന്നിരുന്നതാ. അനക്ക് പൈസന്നില്ലേ? ഒന്നും തിന്നിട്ടില്ലല്ലോ. വിശക്കണൊന്നുമില്ല. ഇത് നോണ അറിയണ്ട. ഉമ്മക്ക് അറിയാം എനക്ക് പൈക്ക ഉണ്ടാവുന്നുള്ളത്. ഞാന് അരി ഇരിക്കുന്നുണ്ട്. ഉമ്മ തുള്ളി കഞ്ഞി വെച്ചേരട്ടെ. കൂട്ടാൻ വെക്കാൻ ഒന്നുമില്ല. കഞ്ഞി കുടിക്ക. ഞാന് ഒരു കാര്യം പറഞ്ഞ ഉമ്മയുടെ കുട്ടിക്ക് ഒന്നും തോന്നരുതിട്ടാ. നിങ്ങള് പറയുമ്മ, എന്താ നമുക്ക് ഇപ്പാന്റെ അടുത്തേക്ക് പോവുക? നമുക്ക് ഇവിടെ നിക്കണ്ട മോളെ. നമ്മൾ എങ്ങനെ ജീവിക്ക? ഉമ്മ, ഉമ്മയില്ലേ ഇവിടെ? ആ, അമ്മ ഇവിടെ ഉണ്ട്. ഞാൻ വിളിക്കാം. ഉമ്മ, ഉമ്മ, ഞാൻ അത് വരുന്നേ. കേറി വരി. ആ ആ സൈനബ, കേറി വാടി. ആ, അന്റെ മകൾക്ക് എന്നെ മനസ്സിലായിട്ടില്ല. ഓൾക്ക് എങ്ങനെ അറിയാനാ? ഇജ്ജ് പോകുമ്പോ ഓള് ചെറിയ കുട്ടിയല്ലേ. എന്നിട്ട് എന്താ പറയണക്ക്? സുഖല്ലേ? സുഖാണെടി, കൊഴപ്പൊന്നുമില്ല. അമ്മ
പറച്ചിലില്ലേ ഒരു കൂട്ടുകാരത്തിനെ പറ്റിയിട്ട് ഗൾഫ് പോയ ആ കൂട്ടുകാരത്തിയാണ് ഇത്. ഇജ്ജ് പോയിട്ടേ ഓൾക്ക് ചായ എന്തേലും കൊടുക്കണ്ടേ? ചായ ഒന്നും വേണ്ട പെണ്ണെ, ഞാൻ ഇതുവഴി ഒന്ന് പോയപ്പോ കേറിയതാണ്. അപ്പൊ നന്നെ കണ്ടുകാണ്ട് പോവാലോന്ന് വിചാരിച്ച്. ഇല്ലടി ഇരിക്കണില്ല. ജയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം മതി, അത് കൊടുന്നാ മതി. എന്നാ മോള് ചെല്ല്, വെള്ളം എടുത്തിട്ടോ. ആ അല്ലടി, ഓളപ്പം മരിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഞാൻ ഇവിടെ വന്നപ്പോഴാ അറിഞ്ഞത് ഓൻ മരിച്ചിരുന്നുള്ളത്. 1.5 കൊല്ലായി. എന്താ എന്റെ കണ്ണും മുറൊക്കെ ഉരുജായി? കരഞ്ഞിക്കണോ? ഏയ് കൊഴപ്പൊന്നുമില്ലടി, ഒന്നുമില്ല. അങ്ങനൊന്നുമില്ല. ഇജ്ജ് നോണ പറയണ്ടട്ടോ. ഇജ്ജ് എന്തിനാ എന്നോടല്ലേ ഇത് മറച്ചേക്കണ? ഈ എന്നോട് പറഞ്ഞോ? എന്തായാലും പറഞ്ഞു. കരഞ്ഞിട്ടൊന്നുമില്ല, നമുക്ക് തോന്നുന്നു. ഇത് താത്ത വെള്ളം. ആ മോള് പറയ്, എന്താ ഉമ്മാക്ക്? ഉമ്മാന്റെ മുഖം എന്റെ മുഖമൊക്കെ ആകെ വാടിയിക്കണല്ലോ. എന്താണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല താത്ത. നിങ്ങൾ രണ്ടാളും എന്നോട് നോണ അറിയണ്ട. ഒന്നല്ലെങ്കിൽ ഞാൻ എന്റെ കൂടെ ചെറുപ്പം മുതലേ കളിച്ചു വളർന്നതല്ലേ. ഇക്ക് എന്നെ കണ്ടാ മനസ്സിലാവും. ഇജ്ജ് പറയ് എന്താണ്? ജീവിതമൊക്കെ ഭയങ്കര കഷ്ടത്തിലാ. എങ്ങനെ ജീവിച്ചു പോകണമെന്ന് അത് അറിയണില്ല. ആരോടും പറയണില്ല എന്നുള്ളു. ആങ്ങൾക്ക് വിളിച്ചിട്ട് പറഞ്ഞ് പോയി ചാവാനാ പറഞ്ഞത്, കടാണെന്നുണ്ടെങ്കിൽ. ഇങ്ങനൊക്കെ ഉണ്ടായിട്ട് ഇജ്ജ് എന്താ എന്നോടൊന്ന് പറയൊന്നും ചെയ്യാവുന്നത്? ഒരു വാക്കാക്കി എനിക്കൊന്ന് വിളിച്ച് പറഞ്ഞൂടായിരുന്നില്ലേ? ഇജ്ജെന്റെ ആങ്ങളിനോടൊന്നും പറയണ്ടിണ്ടായിരുന്നില്ല. ഓലൊക്കെ അത്രയൊക്കെ തന്നെ സഹായിക്കുള്ളൂ. കെട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞമ്മളൊക്കെ ഒരു അധികപ്പറ്റ നമ്മളെ ആങ്ങളാർക്കൊക്കെ. അതൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യമാണ് ഞങ്ങൾക്ക് എന്നോട് പറഞ്ഞൂടെ? ഇത്രയും കാലം നമ്മൾ ഒന്നിച്ച് കളിച്ച് വളർന്നിട്ട് ഇത് പെട്ടെന്ന് ഇന്നെ മറക്കിയേ? സത്യം പറഞ്ഞ പട്ടിണിയടി. ഞാനേ എന്റെ മോൻക്കൊന്ന് വിളിക്കട്ടോ. ഹലോ ഷായിറേ. എന്തമ്മാ? പിന്നെ നമ്മളെ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളെ ഞാൻ പറഞ്ഞൊരു സ്ഥലത്തേക്ക് എത്തിക്കണം കേട്ടാ. ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. ആർക്കമ്മ? അതെ, ഇമ്മാന്റെ ഒരു കൂട്ടുകാരത്തേക്കാണ്. എന്നാ ഞാന് സ്ഥലം ഞാന് പറയാം. ഇത് സാധനങ്ങളൊക്കെ എല്ലേതും വേണം കേട്ടോ. എല്ലാ സാധനങ്ങളും വേണം, ഒക്കെ എടുത്തൊക്കെ ഉണ്ട്. ആയിക്കോട്ടെ, എന്നാ എന്നാ ശരി. ശരി. എന്നാ ഇത്രയൊക്കെ ഇവിടെ സംഭവിച്ചിട്ട് നിങ്ങൾക്ക് എന്നോടൊരു വാക്ക് ഒന്ന് വിളിച്ച് പറയാൻ പോലും ഈ ചെയ്തില്ലല്ലോ. ഞാൻ ഇങ്ങളൊക്കെ എങ്ങനെയാണ് ബുദ്ധിമുട്ടിക്ക? അവനാന്റെ ആൾക്കാരുണ്ടാവുമ്പോ എല്ലാരും ഓലോടല്ലേ ചോദിക്ക. ഞാനും ചോദിച്ചിന്റെ ആങ്ങളിനോട്. പിന്നെ പെണ്ണ് ഇപ്പൊ പഠിക്കല്ലേ, ഒരു കൊല്ലം കഴിയട്ടെ. അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വല്ല ജോലി എന്തെങ്കിലും നോക്കാം. ഇജ്ജ് ഒന്നുകൊണ്ട് വിഷമിക്കണ്ടടി, ഞാൻ അല്ലേ എന്റെ കൂടെ. ഞാൻ ഒരിക്കലും എന്നെ മറക്കൂല. നമ്മള് കളിച്ചതും നമ്മള് വളർന്നതും ഒക്കെ എനിക്കറിയാം. ഇജ്ജെന്റെ നല്ലൊരു സുഹൃത്തിനല്ലേ. എന്റെ എന്ത് ആവശ്യങ്ങൾക്കും ഈ എല്ലാം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഈ ഒരു കാര്യം മാത്രം എന്നോട് മറച്ചു ചെയ്തിട്ട് നല്ല വിഷമമുണ്ട്. ഞാനിപ്പോ ഇവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ രണ്ടാൾക്ക് ജീവനോടെ കാണാൻ പോലും പറ്റുമെന്ന് എനിക്കറിയില്ല. നല്ല നേരത്തെ എന്തായാലും എന്റെ വരവ്. ഇനി എന്തായാലും നിങ്ങൾ രണ്ടാളും വിഷമിക്കണ്ട. എല്ലാ കടുപ്പുള്ള കടങ്ങളൊക്കെ ഞാൻ വീട്ടിക്കോളാം. പിന്നെ ഇനിയിപ്പോ ആ പെരേക്ക് മാറും ചെയ്യാം. അപ്പൊ തൽക്കാലത്തിനുള്ള സാധനങ്ങൾ മോൻ ഇവിടെ എത്തിച്ചോളും. ഞാൻ എന്തായാലും പോട്ടെട്ടോ, വണ്ടിക്കാരെ അവിടെ വെയിറ്റ് ചെയ്യാണ്. മോളെ, ഈ എന്തായാലും പഠിക്കാൻ പോയിക്കോ. ഫീസ് അടക്കാനല്ലേ, അത് ഞാനേ അടച്ചോളാം. എന്റെ കോളേജിക്ക് ഞാൻ വന്നാ മതിയല്ലോ. ഇജ്ജ് പഠിച്ചോ, എന്റെ എല്ലാ ചെലവും ഞാൻ നോക്കിക്കോണ്ട്.
അന്നെ പോലെ ഒരു മോള് നിക്കുണ്ട്. ഇനി വിഷമിക്കാണ് കേട്ടോ. ഇനി മരിക്കാന്നുള്ള ആ ഒരു ചിന്തയൊക്കെ നടക്കണ്ട. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി, ഞാൻ അപ്പൊ വരും. അല്ലെങ്കിൽ എന്റെ മകനെങ്കിലും ഞാൻ പറഞ്ഞയക്കും ട്ടാ. ഞങ്ങൾ പോട്ടെന്നാ. എന്നാ ശരിയടി, വിളിക്കോണ്ടു. ഓൾക്കിപ്പൊ ഇങ്ങോട്ട് വരാൻ തന്നെ തോന്നിയ പച്ചോലൊരിതാണ്. ഞങ്ങൾ ആത്മഹത്യ രക്ഷിച്ചതിന് നന്ദിയുണ്ട്.